സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം. ഒരു ജനതയിലേക്ക് ഏൽപ്പിക്കപ്പെട്ട 3 ദൂതന്മാർ അവരവിടെ ചെല്ലുകയും അവരുടെ പ്രബോധനം നിർവഹിക്കുകയും ചെയ്ത സന്ദർഭം. ആ നേരത്ത് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 3 ആളുകളും ഒന്നിച്ചുകൂടി 2 മാർഗത്തിലൂടെ വന്നു ചേർന്ന 3 ആളുകളും 3 പ്രവാചകന്മാരും 3 ദൂതന്മാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആ ജനങ്ങളോട് പറഞ്ഞു, ഖാലു, അവർ പറഞ്ഞു, ഇന്ന ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങൾ നിങ്ങളിലേക്കുള്ള പ്രവാചകന്മാരാണ് എന്നവർ പറഞ്ഞു. അതിനുശേഷം അവർ തിരിച്ചു ചോദിച്ചു, ഖാലു മാ അൻതും ഇല്ലാ ബശറും മിസ്ലുനാ, നിങ്ങൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ ആളുകൾ തന്നെയാണല്ലോ. വമാ അൻസലർ റഹ്മാനു മിൻ ഷൈഇൻ, നിങ്ങൾക്ക് അല്ലാഹുവിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ല. ഇൻ അൻതും ഇല്ലാ തക്ദിബൂൻ, നിങ്ങൾ കള്ളന്മാരാണ് എന്ന് മഹാന്മാരായ ആ ദൂതന്മാരോട് പറഞ്ഞ സന്ദർഭം. അവർ പറഞ്ഞു, ഖാലു റബ്ബുനാ യഅലമു ഇന്നാ ഇലൈക്കും ലമുർസലൂൻ, ഞങ്ങളുടെ രക്ഷിതാവായ റബ്ബിന്, ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ച രക്ഷിതാവായ റബ്ബിനറിയാം ഞങ്ങൾ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ തന്നെയാണ്. വമാ അലൈനാ ഇല്ലൽ ബലാഗുൽ മുബീൻ, ഞങ്ങൾക്കുള്ള ഉത്തരവാദിത്തം പ്രബോധനമാണ്, വ്യക്തമായ പ്രബോധനമല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ബാധ്യതയുമില്ല. ഞങ്ങളെ പ്രബോധനം ഏൽപ്പിച്ചു വിട്ടതാണ്, അല്ലാതെ ഞങ്ങൾ വെറുതെ ഈ വഴി വന്നപ്പോൾ കയറി നിങ്ങളോട് ഉപദേശം നടത്തിയതല്ല. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ദൂതന്മാരാണ് എന്ന് അവർ പറഞ്ഞ സന്ദർഭത്തിൽ കൊട്ടാരത്തിലേക്ക് ഇരച്ചുകയറിയ ആ നാട്ടുകാരായ ആളുകൾ നടത്തിയ വാഗ്വാദങ്ങൾ, കൊട്ടാരത്തിലെ സംവാദമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഖാലു ഇന്നാ തതയ്യർനാ ബിക്കും, തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ ഒരു ദുശഗുണമായിട്ടാണ് കരുതുന്നത്. നിങ്ങൾ ലക്ഷണക്കേടാണ്, അവലക്ഷണമാണ്, ഞങ്ങൾക്ക് നിങ്ങൾ ദുശഗുണങ്ങളാണ് എന്നവർ പറഞ്ഞു. അതുമാത്രമല്ല, ഉടനെ അവർ പറഞ്ഞു ഒരു വർത്തമാനം, ലഇല്ലം തന്തഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ആയത്തൊന്ന് ഓതാം. ഖാലൂ ഇന്നാ തതയ്യർനാ ബിക്കും ലഇല്ലം തന്തഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. അള്ളാഹുവിന്റെ ദൂതന്മാരോട് അവർ പറഞ്ഞു, നിങ്ങൾ ലക്ഷണക്കേടാണ്. രണ്ടാമത് അവർ പറഞ്ഞു, നിങ്ങൾ ഇതിൽ നിന്ന് വിരമിക്കാത്ത പക്ഷം ലയർജുമന്നകും, നിങ്ങളെ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും, നിങ്ങളെ എറിഞ്ഞു കൊല്ലുക തന്നെ ചെയ്യും. വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം, നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങളെ സ്പർശിക്കുക തന്നെ ചെയ്യും. അതായത് നിങ്ങളെ ഞങ്ങൾ ഇല്ലാതെയാക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും, നിങ്ങളെ ഞങ്ങൾ ആട്ടിയോടിക്കും, വേദനിപ്പിക്കുന്ന ശിക്ഷ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഈ പ്രബോധനത്തിൽ നിന്ന് പിന്മാറുക. പരിശുദ്ധമായ ദീൻ പ്രബോധനം ചെയ്യാമെന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സച്ചരിതർക്കെല്ലാം സമൂഹത്തിൽ നിന്ന് ഇത്തരം ചില വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. ഇത്തരം വെല്ലുവിളികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലേക്ക് നയിക്കാൻ വന്ന ആളുകൾക്ക് നേരിട്ടിട്ടുണ്ട്. ആരുടെയും പാത സുഗമമായിരുന്നില്ല. എല്ലാവരെയും വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും, നിങ്ങളെ ഞങ്ങൾ നശിപ്പിച്ചു കളയും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കും, നിങ്ങളെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും. ലഇല്ലം തന്തഹു ലനർജുമന്നകും വലയമസ്സന്നകും മിന്നാ അദാബുൻ അലീം. ഉടനെ അവരും വിട്ടുകൊടുത്തില്ല. നബിമാരും തിരിച്ചു പറഞ്ഞു, ഖാലൂ ത്വാഇറുകും മഅകും അഇൻ ദുക്കിർതും ബൽ അൻതും ഖൗമും മുസ്രിഫൂൻ. നിങ്ങൾ ഞങ്ങളെ ശകുനപ്പിഴയായിട്ടാണോ കാണുന്നത്? ഞങ്ങൾ ലക്ഷണക്കേടാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഏറ്റവും വലിയ ലക്ഷണക്കേട് നിങ്ങളുടെ കൂടെ തന്നെയാണ്. ഖാലൂ ത്വാഇറുകും മഅകും, നിങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലിയ ലക്ഷണക്കേട്. അതിനപ്പുറത്തൊരു വിശ്വാസം, അതിനപ്പുറത്ത് അള്ളാഹു ആകുന്ന സൃഷ്ടാവിനെ കൈയൊഴിഞ്ഞതിനേക്കാൾ വലിയൊരു അവലക്ഷണം വേറെന്താ വരാനുള്ളത്? അള്ളാഹു ആകുന്ന റബ്ബിനെ കൈവിട്ട് കളഞ്ഞതിനേക്കാൾ വലിയൊരു ശകുനപ്പിഴ പിന്നെന്താണ് ഉണ്ടാവാനുള്ളത്? ഒരു ദുശഗുണം. നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ദുശഗുണം നിങ്ങളുടെ വിശ്വാസം പിഴച്ചുപോയതാണ്, നിങ്ങളുടെ അഖീദ പിഴച്ചുപോയതാണ്. നിങ്ങളുടെ വിശ്വാസം പഴച്ചതിനേക്കാൾ വലിയൊരു ദുശകുനം നിങ്ങൾക്ക് വരാനില്ല. അവർ തിരിച്ചും പറഞ്ഞു, നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് പറയുന്നത് ഞങ്ങളാണ് നിങ്ങളുടെ ഇടയിലെ അവലക്ഷണങ്ങൾ എന്നല്ലേ? എന്നാൽ അങ്ങനെയല്ല, നിങ്ങളുടെ കൂടെ തന്നെയാണ് അവലക്ഷണങ്ങൾ ഉള്ളത്, നിങ്ങളുടെ വിശ്വാസമാണത്. ഖാലു ത്വാഇറുക്കും മഅക്കും,
എന്നിട്ട് അവർ ചോദിച്ചു, അഇൻദു കിർത്തുംബൽ അന്തും ഖൗമും മുസ്രിഫൂൻ, ഞങ്ങൾ നിങ്ങളെ ഉണർത്തുകയായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങൾക്ക് ഉത്ബോധനം നൽകുകയായിരുന്നില്ലേ, ഞങ്ങൾ നിങ്ങളോട് തെറ്റിൽ നിന്ന് തിരിഞ്ഞു നടക്കാനല്ലേ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഈ രീതിയിലാണോ, ഞങ്ങളോട് നിങ്ങളുടെ ഇടപാട് ഇതാണോ നിങ്ങളുടെ നിലപാട്? ബൽ അന്തും ഖൗമും മുസ്രിഫൂൻ, നിങ്ങളൊരതിരു കവിഞ്ഞ ജനതയാണ്, നിങ്ങൾ കാരണം തെറ്റിൽ നിന്ന് നല്ലതിലേക്ക് വിളിക്കാൻ വന്ന ഞങ്ങളോട് നിങ്ങൾ ഈ കാണിക്കുന്ന സമീപനം ശരിയല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന സമീപനം ശരിയല്ല. ഞങ്ങൾ നിങ്ങളെ നേരിലേക്കാണ് വിളിച്ചത്, ആ സമയത്ത് നിങ്ങൾ ഞങ്ങളെ ചലഞ്ച് ചെയ്തു, ഞങ്ങൾ ശകുനപ്പിഴകളാണെന്ന് പറഞ്ഞു, ഞങ്ങളെ ആട്ടിയോടിക്കുമെന്ന്, എറിഞ്ഞോടിക്കുമെന്ന്, വേദനിപ്പിക്കുന്ന ശിക്ഷ നൽകുമെന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്നത്. എന്നാൽ അറിഞ്ഞോ, നിങ്ങളൊരതിരു കവിഞ്ഞ ജനതയാണ്. ഉപദേശിക്കാൻ വന്ന ആളുകളെ ഇങ്ങനെയാണോ നിങ്ങൾ പരിഗണിക്കുന്നത്? ഉപദേശിക്കാൻ വന്ന ആളുകളെ ഇങ്ങനെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്? ഇങ്ങനെയാണോ പരിഗണിക്കുന്നത്? ഈ വാഗ്വാദങ്ങൾ കൊട്ടാരത്തിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോ മഹാന്മാരായ ആ ദൂതന്മാരെ ആക്രമിക്കുമെന്ന് ഉറപ്പായപ്പോ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഹവാരിയങ്ങളിൽപ്പെട്ട മഹാന്മാരായ ആ ദൂതന്മാർ ആക്രമിക്കപ്പെടുമെന്ന്, ജനങ്ങൾ ഒന്നിച്ചവരെ കയ്യേറ്റം ചെയ്യുമെന്നായപ്പോൾ വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, ആ പട്ടണത്തിന്റെ അങ്ങേ തലക്കൽ നിന്ന്, ആ പട്ടണത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നൊരാൾ ഓടി വന്നു. ആരാണ് ഓടി വന്ന ആള്? ആരാ ഓടി വന്ന ആള്? വജാഅ റജുലുൻ, വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ഒരാൺകുട്ടി ഓടി വന്നു. ഒരാൺകുട്ടി. ഖുർആൻ ക്ലാസ് നേരത്തെ കേട്ട ആളുകൾക്കറിയാം, ആദ്യമായി നബിമാര് ഈ പട്ടണത്തിലേക്ക് വന്നപ്പോൾ അവരെ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച ആളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താ? ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, സാഹിബു യാസീൻ. അദ്ദേഹമാണ് ആദ്യമായി രണ്ട് നബിമാര് വന്ന സമയത്ത് അവരെ കൊണ്ട് വിശ്വസിച്ചത്. നമ്മളത് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും വന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. ഞങ്ങൾ നബിമാരാണെന്ന് പറഞ്ഞു. നിങ്ങൾ ഏത് റബ്ബിലാ വിശ്വസിക്കുന്നത്? ഞങ്ങളുടെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മകൻ, ആ മകന്റെ രോഗം ഒന്ന് മാറ്റിത്തരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ആ നബിമാർ ചെന്നു. കുംബി ഇതിനില്ല, യാ ബുനയ്യ കുംബി ഇതിനില്ല എന്ന് പറഞ്ഞു. ഫമസഹ, അവർ തടകി, ആ കുഞ്ഞ് എഴുന്നേറ്റു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കുന്ന ആൾ, എല്ലാവർക്കും സുപരിചിതനായ ആൾ ഹബീബുൻ നജ്ജാർ എന്ന ആ മനുഷ്യൻ. പക്ഷേ ഇത്രയൊക്കെ ആത്മീയമായി ജീവിച്ചിട്ടും അയാളുടെ മകന്റെ രോഗം പ്രയാസപ്പെടുത്തിയ ആ മനുഷ്യൻ മകന്റെ രോഗം മാറ്റിക്കൊടുത്ത ഈ നബിമാരുടെ മാർഗത്തിലേക്ക് വിശ്വസിക്കുകയും അദ്ദേഹത്തിന്റെ ജോലിയിൽ വ്യാപൃതനാവുകയും ചെയ്തു. നബിമാര് പ്രബോധനം ചെയ്തു, അവർ ജയിലിലാക്കപ്പെട്ടു. പിന്നീട് ഒരാൾ വന്നു, ഇസ്സത്തിലാക്കപ്പെട്ടു. 3 പേരും ഈ സംവാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ജനത ഇവരെ കൈകാര്യം ചെയ്യുമെന്നായപ്പോ, ഈ ആളുകൾ കൂടിയിട്ട് ഇവരെ ഇല്ലാതെയാക്കുമെന്നായപ്പോ, ഈ നബിമാരെ നശിപ്പിക്കുമെന്നായപ്പോ, അങ്ങനെയല്ലേ പറഞ്ഞതിലെ ർജുമന്നക്കും, നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞോടിക്കുക തന്നെ ചെയ്യും. വലയമസ്സന്നക്കും മിന്നാ അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞ് ആക്രോശിക്കുന്ന ആൾക്കൂട്ടങ്ങളുടെ നടുവിലേക്ക്, ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തൗഹീദിന്റെ പേരിൽ, വിശ്വസിക്കുന്ന ആശയത്തിന്റെ പേരിൽ ജനങ്ങളെ കൂട്ടം കൂടി തല്ലിക്കൊല്ലുന്ന പരിപാടി ഇന്നും ഇന്നലെയും ഉള്ളതല്ല. പക്ഷെ ഉത്തരേന്ത്യയിൽ നടക്കുന്ന കൊലപാതകങ്ങളിൽ പലതും മതത്തിന്റെ പേരിൽ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. നിരപരാധികളായ മനുഷ്യന്മാർ ഒരല്പം മാംസം കയ്യിൽ വെച്ചിരുന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കാരണങ്ങളുടെ പേരിൽ അവരെ നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന ആളുകളെ നമ്മൾ എപ്പോഴും പത്രങ്ങളിൽ വായിക്കാറുണ്ട്. ഇതുപോലൊരാൾക്കൂട്ടം ഭ്രാന്തളകി നിൽക്കുന്നതിന്റെ ഇടയിലേക്കാണ് വജാഅ മിൻ അഖ്സൽ മദീനതി റജുലുൻ യസ്ആ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്നൊരാൾ ഓടി വന്നു. ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, ഓടി വന്ന ആ രംഗത്തേക്ക് അങ്ങോട്ട് ഇടപെട്ടു. അതാണ് ധീരത എന്ന് പറയുന്നത്. ഒരു സാമൂഹിക തിന്മയുണ്ടായാൽ അതിനെതിരെ പ്രതികരിക്കുന്നത് ധീരതയാണ്, അതിനെതിരെ ശബ്ദിക്കുന്നത് ധീരതയാണ്. നമ്മെക്കൊണ്ട് കഴിയുന്നതുപോലെ അതിനെ തിരുത്താൻ ആവശ്യമായ ഇടപാടുകൾ നമ്മൾ നടത്തണം. സമൂഹം പോകുന്നത് തിന്മയിലേക്കാണെന്ന് മനസ്സിലായാൽ അവരെ കൈപിടിക്കണം.
മഹാന്മാരായ പ്രവാചകന്മാരങ്ങനെയായിരുന്നു. 16-ാമത്തെ വയസ്സിലാണ് സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തീയിലെറിയപ്പെട്ടത്. ആ നാട്ടിലെ സാമൂഹിക തിന്മകളെ ചോദ്യം ചെയ്ത് അള്ളാഹുവിനെ അടയാളപ്പെടുത്തിയതിന്റെ പേരിൽ തീയിലെറിയപ്പെടുമ്പോൾ പ്രായം 16 വയസ്സാണ്. പ്രായം ഏറിയ ഒരാളെ അല്ല തീയിലെറിഞ്ഞത്. 16 വയസ്സുള്ള ചുറുചുറുക്കുള്ള ആളായിരുന്നു സയ്യിദുനാ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്മുടെ മുൻഗാമികളുടെയൊക്കെ ചരിത്രം, ഇനി ബദരീങ്ങളെ ചരിത്രം വരുന്നുണ്ടല്ലോ. ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിന്റെ പ്രായം എത്ര? ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കുറഞ്ഞ ആളിന്റെ പ്രായം 16 വയസ്സായിരുന്നു. സയ്യിദുനാ ഉമൈർ ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു അടുത്ത ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ബദരീങ്ങളെ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് പറയാം. ബദറിൽ ഷഹീദായ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഉമൈറാണ് റളിയല്ലാഹു അൻഹു. അപ്പോ ബദരീങ്ങളിൽപ്പെട്ട ഉമൈർ ഇബ്നു അബീ വഖാസിന്റെ പ്രായം. അങ്ങനെ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കൂ. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ സയ്യിദുനാ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി വില്ലുകുലയ്ക്കുമ്പോൾ അവിടുത്തെ പ്രായം 17 വയസ്സായിരുന്നു. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം. സയ്യിദുനാ മുആദ് റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് അബൂജഹലിനെ നേരിടുമ്പോൾ അവിടുത്തെ പ്രായം 15 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇസ്താംബൂൾ നഗരം, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി പിടിച്ചെടുക്കുമ്പോൾ മുഹമ്മദുൽ ഫാത്തിഹിന്റെ പ്രായം 21 വയസ്സായിരുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോ, ഇന്ത്യ രാജ്യത്തിന്റെ അമരത്തേക്ക് വരുന്ന സമയത്ത് മുഹമ്മദ് ബിൻ ഖാസിമിന്റെ പ്രായം 17 വയസ്സായിരുന്നു. മുഹമ്മദ് ബിൻ ഖാസിമിനെ പേടിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നില്ല. മുഹമ്മദ് ബിൻ ഖാസിം സിന്ധ് ആക്രമിക്കുമ്പോൾ പ്രായം 17 വയസ്സായിരുന്നു. ഇങ്ങനെ പറഞ്ഞാല് നമ്മുടെ മുൻഗാമികൾ, ചുറുചുറുക്കുള്ള മുൻഗാമികളുടെ എത്ര ചരിത്രം പറയാനുണ്ട് നമുക്ക്. ആ മുൻഗാമികളുടെ പിൻഗാമികളാണ് ഇന്ന് പലപ്പോഴും ഈ അറബ് ലോകത്ത്. അല്ലാഹു തആല അറബ് രാജ്യങ്ങൾക്കൊക്കെ സമാധാനം നൽകുമാറാകട്ടെ. മറ്റുള്ള ആളുകളുടെ വാൾത്തലപ്പുകൾ കൊണ്ട് വീരേതിഹാസം രചിച്ച മുൻഗാമികളുടെ, ഖാലിദ് ബിൻ വലീദിന്റെ, അതുപോലെ സയ്യിദുനാ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ തുടങ്ങിയ മുൻഗാമികളുടെ പോരാട്ടം കേട്ട് പരിചയിച്ച നാടുകളാണ് ഇന്ന് പാശ്ചാത്യന് മുന്നിൽ ഒച്ചാനിച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ശക്തി മറന്നുകൊണ്ട്, കരുത്തു മറന്നുകൊണ്ട് മാറിപ്പോവുകയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ സാമൂഹിക തിന്മകൾക്കെതിരെ പ്രതികരിച്ച നമ്മുടെ മുൻഗാമികൾ, ചെറുപ്പക്കാരായ ഊർജ്ജസ്വലമായ അതിലേക്ക് ഇറങ്ങിയ ആളുകൾ. നമ്മളൊക്കെ ഈ വിഷയങ്ങളിൽ, നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ, ഇന്നലെ ഇങ്ങനെ ഫലസ്തീനിനെ കുറിച്ച് വായിക്കുന്നതിൻ്റെ ഇടയിൽ ഇസ്രായേലികളായ ആളുകൾ, ജൂതന്മാരായ ആളുകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തേക്ക് വരികയും അവിടെയുള്ള ഭൂമികൾ പലതും അവർ വാങ്ങിക്കൂട്ടുകയും ചെയ്തു. അതിനവർ കണ്ടെത്തിയ മാർഗങ്ങളിൽ ഒന്ന്, ചരിത്രം പറയുന്നുണ്ട്, അറബികൾക്ക് അവര് ലഹരി കൊടുത്തു, അറബികൾക്ക് മദ്യം കൊടുത്തു. കറുപ്പ് യുദ്ധം എന്നൊരു യുദ്ധം തന്നെ ചരിത്രത്തിൽ വേറൊരു ഭാഗത്തുണ്ട്, ഓപ്പിയം വാർ. ലഹരി കൊടുത്തു, സ്ത്രീകളെയും കൊടുത്തു. ഇത് രണ്ടും കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഇതിന്റെ ആസക്തിയിലായിരുന്ന അറബികൾ പല വസ്തുക്കളും ജൂതന്മാരുടെ പേരിലേക്ക് എഴുതി കൊടുത്തു. വർഷങ്ങൾ നീണ്ട ആസൂത്രണം. ഇത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. ഫലസ്തീന്റെ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപ പ്രദേശങ്ങളിലുള്ള പല ഭൂമികളുടെയും ലാൻഡ് ഓണേഴ്സ് ജൂതന്മാരായത് എങ്ങനെയാണ്? യൂറോപ്യന്മാരായ ജൂതന്മാർ പല ലാൻഡുകളും വാങ്ങിക്കൂട്ടാനുള്ള കാരണം എന്താണ്, എങ്ങനെയാണ്? അപ്പൊ അറബ് രാജ്യത്തേക്ക് വന്ന് വിദേശികളായ സ്ത്രീകളെയും മയക്കുമരുന്നും ഒക്കെ കൊടുത്തിട്ടാണ് ആ ലാൻഡുകളുടെ ഓണേഴ്സായിട്ട് പതുക്കെ പതുക്കെ അതിന് അടിമകളാക്കി മാറ്റി അതൊക്കെ എഴുതി വാങ്ങി. ഞാനിങ്ങനെ ആ ചരിത്രം വായിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടത്തിൽ ഇങ്ങനെ ആലോചിച്ചു, നമ്മളെ പെരുമ്പാവൂരിന്റെ അവസ്ഥ എന്താ? കുറച്ചു കാലം കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ പേരിൽ വസ്തുവൊക്കെ ഉണ്ടാവോ? ഉണ്ടായാൽ കൊള്ളാം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതുപോലെ പുറത്തുനിന്ന് വന്ന ആളുകള് പലതും തന്നിട്ടത് എഴുതി വാങ്ങിക്കൊണ്ട് പോയാലോ? ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പുറത്തുനിന്ന് വന്ന ആളുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജയിലിൽ പോയത് ഈ നാട്ടുകാരനാണ്, അല്ലേ? പുറത്തുനിന്ന് വന്ന ആളുകൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ജയിലിൽ പോയതാരാ? ഈ നാട്ടുകാരനാണ്. പുറത്തുനിന്ന് കുടിയേറിയ ഇസ്രായേലി ഒരു ഭാഗത്ത്, മരണപ്പെടുന്നതാരാ? ഫലസ്തീനിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. ആ നാട്ടിൽ പിറന്ന, ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് അതിന്റെ യാതനകളും വേദനകളും എല്ലാം അനുഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ നാടുകളിലേക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാലം കൂടിയാണ്. മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമൊക്കെ അടിമപ്പെട്ട് അറബികളായ പലരും അവരുടെ ലാൻഡുകൾ ജൂതന്മാർക്ക് എഴുതി കൊടുത്ത ചരിത്രം വെസ്റ്റ് ബാങ്കിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന്, ടെൽ അവീവിൽ നിന്ന്, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. അവരുടെ വീടും വസ്തുവൊക്കെ എഴുതി കൊടുത്തു, റെന്റിന് കൊടുത്തു, അങ്ങനെ എന്ത് ചെയ്തു? പലരും കൊടുത്തു. ഇതൊക്കെ ചരിത്രമാണ്, നമ്മൾ ഓർത്തിരിക്കാനാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു ആ ഭൂമികൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിലേക്ക് ആ മനുഷ്യൻ ഓടി വന്നു. 82 വയസ്സുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു.
അദ്ദേഹം ഓടി അങ്ങോട്ടെത്തി. എന്നിട്ട് ആ രംഗമേറ്റെടുക്കുകയാണ്. ഓ ജനങ്ങളെ, ഉച്ചത്തിൽ വിളിച്ചു, ഖാലയാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. ഓ ജനങ്ങളെ, ഈ മുർസലീങ്ങളെ പിൻപറ്റുമോ? ഈ മുർസലീങ്ങളെ പിന്തുടരൂ ആളുകളെ. ജനങ്ങളൊക്കെ നോക്കി, ഇതാരായി പറയുന്നത്? ഇന്നലെ വരെ അല്ലെങ്കിൽ കുറഞ്ഞ കാലം മുമ്പ് വരെ ഞങ്ങൾക്ക് ആരാധിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി തന്ന ഒരാൾ ഇതാ മതം മാറിയിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുന്നു. ജനങ്ങളുടെ ശ്രദ്ധ മുഴുവനും ആ മനുഷ്യനിലേക്ക് മാറി. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. ഈ മുർസലീങ്ങളെ നിങ്ങൾ പിൻപറ്റൂ എന്ന് അവർ പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അവരെത്ര കാലമായി ഇവിടെ വന്ന് നിങ്ങളുടെ രോഗം മാറ്റി, നിങ്ങൾക്ക് പ്രയാസങ്ങൾ അകറ്റി, ഏറ്റവും വലിയ സന്മാർഗത്തിലേക്ക് അവർ നിങ്ങളെ ക്ഷണിക്കുന്നില്ലേ? അവരെത്രയോ നല്ല മാർഗത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നില്ലേ? ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. അതിനവരൊരു പ്രതിഫലവും ചോദിച്ചില്ലല്ലോ. ചിന്തിക്ക്, ജനങ്ങളെ ആലോചിച്ചു നോക്ക്. അവരിവിടെ നിങ്ങളുടെ രോഗം മാറ്റി, അതിനൊരു പ്രതിഫലം ചോദിച്ചില്ല. അവരാകെ പറഞ്ഞത് അല്ലാഹുവിൽ വിശ്വസിക്കാനാണ്. അവർ വേറൊന്നും ഉദ്ദേശിച്ചു വന്നതല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവർ മറ്റൊന്നും കരുതി വന്നതല്ലെന്ന്. അവരൊന്നും ചോദിച്ചില്ലല്ലോ. ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഖുർആനിന്റെ പ്രയോഗങ്ങൾ ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. മഹാന്മാരായ നബിമാരുടെ ചരിത്രങ്ങൾ പല സ്ഥലത്തും പറയുന്നിടത്ത് ഈ ഒരു പ്രയോഗമുണ്ട്. ഒരു പ്രതിഫലവും അവർ നിങ്ങളോട് ചോദിച്ചില്ലല്ലോ. ഒന്നും ചോദിക്കാതെയല്ലേ അവർ, പ്രതിഫലേച്ഛ ഒന്നും ഇല്ലാതെയല്ലേ അവരിത് നടത്തിയത്. ഇത് പറയാത്ത രണ്ട് നബിമാർ, ഒന്ന് മൂസാ നബിയും ഒന്ന് സയ്യിദുന ഇബ്രാഹിമുമാണ് അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ചരിത്രം പറഞ്ഞപ്പോഴും മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോഴും ഇത് പറഞ്ഞില്ല. അവർ നിങ്ങളോട് കണക്കൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞില്ല. എന്താണ് അതിന്റെ കാരണം? ഇബ്രാഹിം നബി പ്രബോധനം നടത്തിയത് സ്വന്തം വാപ്പയോടാണ്. മൂസാ നബി പ്രബോധനം നടത്തിയത് സ്വന്തം വളർത്തുവാപ്പയായ ഫിർഔനോടാണ്. മാതാപിതാക്കളോട് കണക്ക് പറയരുത്. ഞാൻ അത് ചെയ്തു തന്നില്ലേ, ഇത് ചെയ്തു തന്നില്ലേ, ആ ഒരു കണക്ക് ദീനിന്റെ കാര്യത്തിൽ പോലും ആര് പറഞ്ഞില്ല? ഖുർആനിന്റെ പ്രയോഗങ്ങളുടെ മനോഹാരിത നോക്കൂ. മാതാപിതാക്കളോട് കണക്ക് പറയരുത്. ആ കണക്ക് പറച്ചിൽ ഫിർഔനിനോടുമില്ല. ആ കണക്ക് പറച്ചിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വളർത്തുപിതാവായ ആസറിനോടുമില്ല. കാരണം ഇവരെ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയത് അവരാണ്. അവരോടൊരു കണക്ക് പറച്ചിലില്ല. ഞങ്ങൾ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന പ്രയോഗം ഈ രണ്ട് സ്ഥലത്തുമില്ല. ബാക്കി പലരെയും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, അവരൊന്നും നമ്മളോട് ചോദിച്ചില്ലല്ലോ. ഇത്തബിഉ മല്ലാ യസ്അലുകും അജ്റൻ വഹും മുഹ്തദൂൻ. ഇത്രയേറെ നന്മകൾ അവർ ചൊരിഞ്ഞു തന്നിട്ട് വേറൊരു ചിന്തയും അവർ നമ്മളോട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോ വളർത്തി വലുതാക്കിയവരോട് പ്രബോധനം ചെയ്ത ആ രണ്ട് നബിമാരെ ഒഴിച്ച് ബാക്കിയുള്ള ആളുകൾ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രബോധനം എത്തിച്ചു തന്ന ആളുകൾ, ആ നബിമാർ ഇങ്ങനെയാണല്ലോ എന്നറപ്പ് ജനങ്ങളെ ചോദിച്ചു, ഹബീബുൻ നജ്ജാർ, നിങ്ങളും ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ? നീയും ഇവരുടെ ആളാണോ എന്ന് ചോദിക്കുമ്പോൾ ഉച്ചൈസ്തരം പറഞ്ഞു, അതെ, ഞാനും ഇവരുടെ മതത്തിലാണ്, ഞാനും ഇവരെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൈറായ ഒരു കാര്യം അതിനു വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇടപെടണം. അല്ലാതെ ആരെങ്കിലുമൊക്കെ ചെയ്തോളൂ, ഞാൻ ഇതിൽ ഇടപെടേണ്ട ആളല്ല എന്ന് വിചാരിക്കരുത്. പ്രശ്നങ്ങൾ പലതും, നാട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാവും. ഇടപെടുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, നമ്മൾ ഇടപെട്ടാൽ ഇത് നന്നാവോ, ഇത് കുളമാവോ? ഞാൻ ഇടപെട്ടാൽ ഇത് കൂടുതൽ കുളമാവുമെങ്കിൽ ദയവ് ചെയ്ത് അതിലിടപെടരുത്. കുടുംബ പ്രശ്നമാവട്ടെ, സാമൂഹ്യ പ്രശ്നമാവട്ടെ, പള്ളിയിലെ പ്രശ്നമാവട്ടെ, എന്ത് പ്രശ്നമാവട്ടെ, ഞാൻ ഇടപെട്ടാൽ അത് നേരെയാകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇടപെടണം. നമ്മുടെ ഇടപെടൽ കൊണ്ടൊരു മാറ്റം അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ ഇടപെടാം. അപ്പൊ ഇടപെടുക എന്നുള്ളത് വിശ്വാസിയുടെ അടയാളമാണ്. പ്രശ്നങ്ങളിൽ വന്ന് ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹു, അല്ലാതെ ഇതൊന്നും എനിക്ക് ബാധിക്കില്ല, ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല എന്ന് വിചാരിച്ചിരുന്നാൽ ഏതൊരു പ്രശ്നവും വലുതായി നമ്മളെ കൂടി ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് ഖൈറായ കാര്യങ്ങളിൽ ഇടപെടുന്നതിന് അല്ലാഹു തആല ജിഹാദ് ചെയ്ത കൂലി തരും എന്നാണ്. രണ്ട് കുടുംബങ്ങളെ ഒന്നിപ്പിക്കണം, മധ്യസ്ഥനായി പ്രവർത്തിച്ചു, അതിന് യുദ്ധം ചെയ്ത കൂലി കിട്ടും.
അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്ത രണ്ട് കൂട്ടുകാർ തമ്മിൽ തെറ്റി നിൽക്കുകയാണ്, രണ്ടുപേരെ തമ്മിൽ ഒന്നിപ്പിച്ചു. ഒരു നാട്ടിലൊരു പ്രശ്നം, മധ്യസ്ഥതയ്ക്ക് വേണ്ടി ഇടപെട്ടു, ആ നാട്ടിലുള്ള ആളുകളെ ഒന്നിപ്പിച്ചു, രഞ്ജിപ്പിച്ചു, അതിനൊക്കെ വലിയ കൂലി കിട്ടും. അപ്പൊ മധ്യസ്ഥനാവുക, അതിന്റെ ഇടയിൽ പ്രവർത്തിക്കുക, ഖൈറായ വഴി കാണിച്ചു കൊടുക്കുക, മസ്ലഹത്തുണ്ടാക്കുക, ഇസ്ലാഹുള്ള ആളുകളായി മാറുക എന്നുള്ളത് ഫസ്സുൽഹു ഖൈർ, അതുണ്ടാക്കാൻ വേണ്ടി, ഖൈറുണ്ടാക്കാൻ വേണ്ടി ഇടപെടുന്ന ഏത് ഇടപെടലും അല്ലാഹു തആല കൂലി തരുന്നതാണ് എന്ന ബോധം നമുക്ക് വേണം. ഇവിടെ ബഹുമാനപ്പെട്ടവർ ഇതൊക്കെ പറഞ്ഞപ്പോ ഒന്ന് മുർസലീങ്ങളെ പിൻപറ്റൂ എന്ന് പറഞ്ഞു, അവർ നിങ്ങളോടൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, നീയും അവരുടെ കൂടെയാണോ, അവരുടെ മതത്തിൽ ചേർന്നിട്ടുണ്ടോ? ഉടനെ ഹബീബുൻ നജ്ജാറിന്റെ തൗഹീദിന്റെ പ്രഖ്യാപനം, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഒന്നോദിയ വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ ആ ഉപദേശത്തിന്റെ ശൈലി നോക്കി പൊട്ടിത്തെറിച്ചു നിൽക്കുന്ന ആളുകളോടാണ്, ഖാലയാ ഖൗമി, ഓ എന്റെ ജനങ്ങളെ, ഖാലയാ ഖൗമി, ഖാലയാ ഖൗമി, എന്റെ ജനങ്ങളെ, എന്റെ ജനങ്ങളെ. അല്ലാതൊരു മോശമായ ഭാഷയല്ല. എന്നിട്ടാണ് ഈ മുർസലുകളെ പിന്തുടരാൻ പറയുന്നത്, അതുപോലെ ഹിദായത്ത് സിദ്ധിച്ച ഈ നബിമാരെ കൂടെ പോകാൻ പറയുന്നത്. അപ്പൊ ഉപദേശത്തിന്റെ ശൈലി അങ്ങനെയാണ്. നോക്കൂ, സയ്യിദുനാ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു ഉപദേശിച്ച ഉപദേശം, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇലുഹു യാ ബുനയ്യ, ഓ മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ്, ഓ കുഞ്ഞു മോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മോനെ ഉപദേശിച്ചത് എന്ന് ഖുർആൻ. അപ്പോൾ ഉപദേശിക്കുന്ന സമയത്തും നമ്മുടെ ശൈലി അങ്ങനെ ആയിരിക്കണം. അത് മക്കളെ ഉപദേശിച്ചാലും ആരെ ഉപദേശിച്ചാലും ഉപദേശത്തിന്റെ സമയത്ത് ഏറ്റവും മൃദുവായ ശൈലിയിലായിരിക്കണം നമ്മൾ ഉപദേശിക്കേണ്ടത്. മഹാനായ ഹാറൂൻ റഷീദിന്റെ മുമ്പിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു അക്കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കഠിനമായി ഒന്ന് ഉപദേശിക്കാൻ പോവാണ്, നിങ്ങളെ ഒന്ന് നന്നാക്കേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. നിങ്ങളോട് ഞാൻ കഠിനമായ ചില വർത്തമാനങ്ങൾ പറയാൻ പോവാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇയാളെ പിടിച്ച് തൂണിൽ കെട്ടിയിട്ടിട്ട് 2 അടി കൊടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുത്ത് എന്നിട്ട് ചോദിച്ചു, എടോ, ഫിർഔനെ കാണാൻ പോകുന്ന നേരത്ത് പോലും അല്ലാഹു തആല മൂസാ നബിയോട് എന്താ പറഞ്ഞത്? വഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു വയഖ്ഷാ. മര്യാദയ്ക്ക് വർത്താനം പറയണമെന്നല്ലേ? അതുപോലും അറിയാതാണോ നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ വന്നത്? പറയുന്ന വർത്തമാനം മാന്യമായിരിക്കണമെന്നല്ലേ പറഞ്ഞത്? വളരെ ലയ്യനായ, മൃദുവായ, മെൽറ്റായ വർത്തമാനം പറയാനല്ലേ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ എന്നെ കഠിനമായി ഉപദേശിക്കാൻ വന്നു. നിങ്ങൾക്ക് ഈ ഖുർആൻ ആയത്തെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ നമ്മൾ ഉപദേശിക്കുന്ന ഭാഷ ഇങ്ങനെ ആയിരിക്കണം എന്ന് ഖുർആനിന്റെ ഒരു ശൈലിയാണ്. യാ ബുനയ്യ, ഓ കുഞ്ഞുമോനെ. നമ്മൾ മാതാപിതാക്കൾ മക്കളെ ഉപദേശിക്കുകയാണെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരമല്ല, ഒരു വാത്സല്യത്തിന്റെ സ്വരത്തിൽ അവരെ ഉപദേശിക്കുക. യാ ഖൗമി, എന്റെ ജനങ്ങളെ, യാ ഖൗമി, എന്റെ ജനങ്ങളെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. ഏതൊരു റബ്ബാണോ എന്നെ സൃഷ്ടിച്ചത്, ഏതൊരു റബ്ബിലേക്കാണോ ഞാൻ മടങ്ങിപ്പോകുന്നത്, ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായമാണുള്ളത്? ആരാണ് എന്നെ സൃഷ്ടിച്ചത്? ഈ കാണുന്ന വിഗ്രഹങ്ങളൊന്നുമല്ല, ഞാനല്ലേ ഇതൊക്കെ കൊത്തിയുണ്ടാക്കിയത്, ഞാനല്ലേ ഇതൊക്കെ കൊത്തി നിങ്ങൾക്ക് തന്നത്. ഞാൻ ആരിലേക്കാണ് മടങ്ങിപ്പോകുന്നത്? ഞാൻ ഇതിലേക്കൊന്നുമല്ല മടങ്ങുന്നത്, ഞാൻ മടങ്ങുന്നതും അല്ലാഹുവിലേക്കാണ്. സൃഷ്ടിച്ചതും അവനാണ്, മടങ്ങുന്നതും അവനിലേക്കാണ്. ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്ത് ന്യായം? ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്തു ന്യായമാണുള്ളത്? വമാലിയ ലാ അഅ്ബുദുല്ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ. അല്ലാഹു ആകുന്ന റബ്ബിലേക്ക് എന്റെ ആരാധനകൾ സമർപ്പിക്കാതിരിക്കാൻ ഒരു ന്യായവുമില്ല. അല്ലാഹുവാണ് ഇതെല്ലാം തന്നത്, ആ റബ്ബിന് സുജൂദ് ചെയ്യാതിരിക്കാൻ ഒരു ന്യായവും ഇല്ല. നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതിൻ്റെ എല്ലാം സാഹചര്യങ്ങൾ അല്ലാഹു നൽകിയതല്ലേ. നമ്മുടെ ബിസിനസ്സും കച്ചവടവും ജോലിയും സ്ഥാപനവും ആ റബ്ബിലേക്ക് സുജൂദ് ചെയ്യാതിരിക്കാൻ പിന്നെ എന്ത് ന്യായമാണുള്ളത്? ഇതെല്ലാം കളഞ്ഞു മടങ്ങേണ്ടതും ആ റബ്ബിലേക്കല്ലേ. വഇലൈഹി തുർജഊൻ. ആ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ പിന്നെന്തിനായുള്ളത്? പലരും ചെറിയ നിസാര കാര്യങ്ങൾക്ക് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളുണ്ട്. കുടുംബത്തിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അന്ന് ചിലപ്പോൾ നിസ്കാരം ഉണ്ടാവില്ല. കല്യാണം, കുടുംബത്തിലൊരു കല്യാണം, അന്ന് ചിലപ്പോൾ ലൊഹർ ഉണ്ടാവില്ല.
അന്ന് ചിലപ്പോൾ അസറുണ്ടാവൂല, പിറ്റേ ദിവസം കടയുടെ ഉദ്ഘാടനം, തലേന്ന് രാത്രി മുഴുവൻ പണിയും, ചിലപ്പോൾ സുബഹി ഉണ്ടാവൂല. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ജീവിത തിരക്കുകൾക്ക് വേണ്ടി നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നവരെ നമുക്ക് ചിന്തിക്കാനാണ്. അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചതും ഇതെല്ലാം തന്നതും. ഇനി മടങ്ങി ചെല്ലേണ്ടതോ അവനിലേക്കാണ്. പിന്നെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്തിനായ നമുക്ക് പറയാനുള്ളത്? അള്ളാഹു തന്നതല്ലേ ഇതെല്ലാം. അള്ളാഹു അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ. ഹബീബുൻ നജ്ജാർ തങ്ങളുടെ വർത്തമാനം, വമാലിയ ലാ അഅ്ബുദുൽ ലദീ ഫതറനീ വഇലൈഹി തുർജഊൻ അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ ഇൻ യുരിദിനി റഹ്മാൻ ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. ആ സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ മൊത്തം ഇങ്ങോട്ടാണ്. ഖാല യാ ഖൗം എന്ന് വിളിച്ചതോടുകൂടി ജനങ്ങളൊക്കെ നബിമാരെ വിട്ട് ഇദ്ദേഹത്തിലേക്ക് തിരിഞ്ഞു. ഹബീബുൻ നജ്ജാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാതോരാതെ, എന്റെ റബ്ബിനെ ആരാധിക്കാതിരിക്കാൻ എന്തിനായാടോ ഉള്ളത്? അള്ളാഹു അല്ലേ എന്നെ സൃഷ്ടിച്ചത്, അവനിലേക്കല്ലേ ഞാൻ മടങ്ങിപ്പോകുന്നത്? എന്നിട്ട് വീണ്ടും പറഞ്ഞു, തൗഹീദ് ഇങ്ങനെ പെയ്തിറങ്ങാണ്. ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ, അള്ളാഹു ആകുന്ന രക്ഷിതാവിനു പുറമെ ഞാൻ വല്ല ദൈവങ്ങളെയും സ്വീകരിക്കുകയോ? അതുണ്ടാവുകയില്ല. അള്ളാഹു ആകുന്ന രക്ഷിതാവ് യുരിദിനി റഹ്മാൻ ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈആ, ആ റബ്ബ് എനിക്ക് ഏതെങ്കിലും ഒരു ദോഷം വരുത്താൻ ഉദ്ദേശിച്ചാൽ ഒരാളിന്റെയും ശുപാർശ എനിക്ക് എത്തിച്ചേരുകയില്ല, പ്രയോജനപ്പെടുകയില്ല. വലാ യുൻഫിഖു വലാ യുൻഖിദൂൻ. അള്ളാഹു ആകുന്ന രക്ഷിതാവിന് പുറമെ ഞാൻ മറ്റാരെങ്കിലും ആശ്രയിക്കേ? അങ്ങനെ ഉണ്ടാവില്ല. ഞാനിനി വേറൊരു മതത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു ആശയത്തിലേക്ക് വേറൊരു ആരാധ്യനിലേക്ക് വരുമോ? അതില്ല. അഅത്തഖിദു മിൻ ദൂനിഹി ആലിഹതൻ. എന്നിട്ടൊരു വർത്തമാനം കൂടി പറഞ്ഞു, ഈയുരിദിനിർ റഹ്മാൻ ബിദുർരിൻ ലാ തുഗ്നി അന്നി ശഫാഅതുഹും ശൈഅൻ വലാ യുൻഖിദൂൻ. കരുണാമയനായ റബ്ബ് എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷം ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും പ്രശ്നം വരണമെന്ന് റബ്ബ് ഉദ്ദേശിച്ചാൽ ഒരാളിന്റെയും ശുപാർശ എനിക്ക് പ്രയോജനപ്പെടുകയില്ല, ഒരാളും എന്നെ രക്ഷപ്പെടുത്തുകയും ഇല്ല. ആ പറഞ്ഞ വാക്കിന്റെ ആഴം നോക്കൂ. ഈയുരിദിനിർ റഹ്മാനു ബിദുർരിൻ ലാ തുഗ്നി അന്നി. കരുണാമയനായ റബ്ബ് എനിക്ക് എന്തെങ്കിലും ഉദ്ദേശിക്കുന്ന പക്ഷം, ഏതെങ്കിലും ഒരു ദോഷം, അങ്ങനെ കരുണയുള്ള ഒരാൾ ദോഷം ഉദ്ദേശിക്കുമോ? അള്ളാഹു കാരുണ്യവാനാണ്. അവൻ ചെയ്തു വച്ചേക്കുന്ന കാര്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമുക്കുണ്ടായ പ്രയാസങ്ങൾ അവന്റെ കാരുണ്യത്തിന് മുമ്പിൽ ഒന്നുമല്ല. ഒന്ന്, കരുണാമയനാണ്, എല്ലാ നിലയിലും അവൻ നമുക്ക് കരുണ ചെയ്യുന്നു. നമ്മൾ ചോദിക്കാത്ത കരുണകൾ അവൻ നമുക്ക് വാരിക്കോരി തരുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഇടയിൽ പ്രയാസങ്ങൾ വന്നാൽ അവന്റെ കരുണയെ മറന്നു പോകരുത്. അവൻ കാരുണ്യവാനായ റബ്ബാണ്. അവൻ ചെയ്ത കാരുണ്യം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വളരെ നിസ്സാരാണ്. എത്രയോ കാലം ആരോഗ്യത്തോടെ ജീവിച്ചു, ഇപ്പോഴാണ് രോഗം വന്നത്. ഈ ആരോഗ്യത്തോടെ ജീവിച്ച കാലത്ത് നമ്മൾ അനുഭവിച്ച ആരോഗ്യത്തിന്റെ വില ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കാരുണ്യവാനായ റബ്ബിന്റെ ശിക്ഷ എനിക്ക് വന്നു ചേർന്നാൽ ഒരാളും എന്നെ ശുപാർശയ്ക്ക് വരൂല, ഒരാളിന്റെയും ശുപാർശ എന്നെ രക്ഷപ്പെടുത്തൂല, ഒരാളും ഏതെങ്കിലും തരത്തിൽ എന്നെ രക്ഷപ്പെടുത്തിയെടുക്കില്ല. അതുകൊണ്ട് അള്ളാഹു അല്ലാത്ത ഒന്നിലേക്ക് ഞാൻ മടങ്ങുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ എന്നവർ ചോദിച്ചു. കാരുണ്യവാനായ റബ്ബ്, വാപ്പ കരുണയുള്ളയാളാണ്, മക്കളോട് വലിയ വാത്സല്യമുള്ള ആളാണ്. പക്ഷെ വാപ്പ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? മക്കളെ തല്ലൂലേ? മക്കളെ തല്ലാത്ത അല്ലെങ്കിൽ വഴക്കു പറയാത്ത വാപ്പമാരുണ്ടാവില്ല. എന്തിനു വേണ്ടിയാണ്? അത് കരുണയില്ലാത്തത് കൊണ്ടാണോ? മക്കളെ തല്ലുന്ന അല്ലെങ്കിൽ മക്കളെ ഗുണദോഷിക്കുന്ന ഏതെങ്കിലും വാപ്പമാര് മക്കളോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ അത് ചെയ്യുന്നത്? ആണോ? അല്ല, മറിച്ച് അവര് നേരെയാകാനാണ്. അള്ളാഹു ആകുന്ന രക്ഷിതാവ്, സൃഷ്ടാവ് നമ്മെ പരീക്ഷിക്കുന്നത് ഒരിക്കലും നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് അള്ളാഹുവിന് എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ട് പരീക്ഷിച്ചു എന്നല്ല. അങ്ങനെയല്ല. രക്ഷിതാവായ റബ്ബിന്റെ ശൈലി എങ്ങനെയാണ്? നന്മയ്ക്ക് വേണ്ടിയാണ്. വാപ്പയോട് തന്നെ ചിലപ്പോൾ ചോദിക്കുന്നതെല്ലാം ചിലപ്പോൾ നൽകണമെന്നില്ല. വാപ്പയാണ്, ഭയങ്കര സ്നേഹമുള്ള ആളാണ്. ഒരു മോൻ പോയി ചോദിച്ചാൽ അവന്റെ പക്വതയ്ക്കും പാകതയ്ക്കും അനുസരിച്ചുള്ളതേ വാപ്പ കൊടുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യില്ല, കൊടുക്കൂല. അവന് അപകടം വരുന്നതോ അവന് പ്രയാസം വരുന്നതോ ആയ ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല. ഇത് പിതാവിന്റെ കാരുണ്യമാണ്. അതുപോലെ രക്ഷിതാവിന്റെ കാരുണ്യമാണ്. ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന എല്ലാം കിട്ടിക്കോണമെന്നില്ല. ഇതൊക്കെ കിട്ടിയിട്ട് നമുക്ക് ചിലപ്പോൾ വലിയ ഉപയോഗം ഉണ്ടാവൂല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാറില്ലേ, അന്നത് കിട്ടാഞ്ഞത് നന്നായി.
അങ്ങനെ വിചാരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടില്ലേ? അന്നത് കിട്ടാഞ്ഞത് നന്നായി, അന്നത് കിട്ടാത്തത് കൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മളെക്കാൾ അള്ളാഹുവിനറിയാം. അള്ളാഹു നമുക്ക് കരുണ ചെയ്യുമാറാകട്ടെ. അതാണ് ഈ ഭൂമിയിൽ പരീക്ഷണങ്ങൾ വന്നാലോ ഒരു മനുഷ്യൻ രോഗിയായി അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ അടർന്നു വീഴുന്നത് പോലെ മുഅ്മിനായ മനുഷ്യന് പനി വന്നാൽ പോലും അള്ളാഹു ചെയ്യുന്ന കാരുണ്യാണ്. ഉണങ്ങിയ മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ അടർന്നു വീഴുന്നത് പോലെ അവന്റെ തെറ്റുകൾ ഇങ്ങനെ അടർന്നടർന്നടർന്ന് വീഴും. ഒരാൾ രോഗിയെ സന്ദർശിച്ചു. ഇന്ന് ഞാൻ സ്ത്രീകളുടെ ക്ലാസ്സിൽ വായിച്ചു. രോഗിയെ സന്ദർശിച്ചാൽ അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഒരാൾ രാവിലെ ഒരു രോഗിയെ കാണാൻ പോയി, അയാൾക്കുമേൽ 70,000 മലക്കുകൾ രാവിലെ വരെ ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രോഗിയെ കാണാൻ പോകുന്നതിന് കിട്ടുന്ന കൂലിയാ പറഞ്ഞു. രോഗമായി കിടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെ പോയി കണ്ടാൽ 70,000 മലക്കുകൾ ഈ പോയവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടും. ആ കൂട്ടത്തിലൊന്നാണ് മലക്കുകൾ ഇയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യും. അപ്പൊ അവിടെ പോവുക, സന്ദർശിക്കുക, അദ്ദേഹത്തിന് ദ്വാരക്കുക. പേടിപ്പിക്കരുത് രോഗിയുടെ അടുത്ത് പോയിരുന്നിട്ട്. അങ്ങനെയും ചില ആളുകളുണ്ടല്ലോ, പേടിപ്പിക്കുന്ന ആൾ അടുത്ത് പോയിരുന്നിട്ട് ഇതേ അസുഖമായിരുന്നു മറ്റേ ആളിന്, പിന്നെ അടക്കുക ചെയ്തത്, പിന്നെ പള്ളി വിളിച്ചു പറയാ ചെയ്തത്. ആ രീതിയിൽ പോയി പേടിപ്പിക്കരുത്. രോഗിയോട് ചെന്നിട്ട് സലാമത്തിന്റെ വർത്താനങ്ങളാ പറയേണ്ടത്. അള്ളാഹു ശിഫയാക്കി തരട്ടെ, അള്ളാഹു നന്നാക്കി തരട്ടെ എന്നൊക്കെ അയാളോട് പറഞ്ഞു കൊടുക്കാന്നല്ലാതെ അദ്ദേഹത്തിന്റെ അടുത്തിരുന്നിട്ട് ഇങ്ങനെ പേടിപ്പിക്കുക. ഈ ട്യൂബ് ഇട്ട ആളുകളൊന്നും കുറെ കാലം ജീവിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന ആളുണ്ട്. ഈ മിഷീൻ വെച്ചിരിക്കുന്ന ആളൊക്കെ പെട്ടെന്ന് തട്ടിപ്പോവും, പെട്ടെന്ന് കാണൂല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രോഗികളെ പേടിപ്പിക്കുന്ന ആളുകൾ അങ്ങനെ ഉണ്ടാവരുത്. അള്ളാഹു താല നമ്മുടെ നാട്ടിൽ രോഗികളായ പലരുണ്ട്. അള്ളാഹു ശിഫാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പൊ പല നിലയ്ക്കും അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുന്നുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. രോഗിയായാൽ അനുഗ്രഹം കിട്ടും. ഒരു പ്രയാസം ഒരാൾക്ക് വന്നാൽ അനുഗ്രഹം കിട്ടും. പരീക്ഷണം വരാത്തത് കൊണ്ട് പേടിച്ചിരുന്ന മഹാന്മാരുണ്ടായിരുന്നു. പരീക്ഷണം വന്നിട്ടും അള്ളാഹുവിനോട് എങ്ങനെ പറയുമെന്നറിയാതെ എങ്ങനെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ ഇതിന് കുറ്റം പറയുമെന്ന് പ്രയാസപ്പെട്ടിരുന്നവരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പല്ലുവേദന വന്നു, കുറേ നാൾ കടിച്ചു പിടിച്ചു. അപ്പോൾ ഒരാൾ ചോദിച്ചു സിദ്ദീഖ് തങ്ങളോട്, അള്ളാഹുവിനോട് നിങ്ങൾക്ക് ദ്വാരക്കാമായിരുന്നില്ലേ? അവിടുന്ന് പറഞ്ഞു, എനിക്ക് എല്ലാവിധ ആഫിയത്തും തന്ന റബ്ബിനോട് ഞാനിതെങ്ങനെ പറയും എന്ന് വിചാരിച്ചിട്ട് ആ ബലാഇന് പ്രതിഫലം കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബലാഉകളിൽ ക്ഷമിച്ച ആളുകളുണ്ടായിരുന്നു. ക്ഷമിച്ച ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ പ്രതിഫലം നൽകുമെന്ന് കാണാം. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ജനങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഇപ്പോൾ ഈ മനുഷ്യനിലാണ്, ഹബീബുൻ നജ്ജാറിലാണ്. അവിടുന്ന് പറയാണ്, അള്ളാഹു അല്ലാത്തൊരു ഇലാഹിനെ ഞാൻ വിശ്വസിക്കേ, ആ റബ്ബിൽ നിന്നെങ്ങാണ് ഒരു പരീക്ഷണം വന്നാൽ എന്നെ ആര് സംരക്ഷിക്കും? ആരാണ് എനിക്ക് സംരക്ഷണം നൽകുക? ആരുടെ ശുപാർശയാണ് എനിക്ക് എത്തിച്ചേരുക? ആരാണ് എന്നെ ഒന്ന് കൈപിടിക്കാനുള്ളത്? അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ. അങ്ങനെ എങ്ങാനും ഞാൻ ചെയ്യുന്ന പക്ഷം, അള്ളാഹു അല്ലാത്തതിലേക്ക് മടങ്ങുന്ന പക്ഷം, ഞാനും നിങ്ങളെപ്പോലെ അവിവേകിയായി മാറുന്ന പക്ഷം ഞാൻ വ്യക്തമായ ദുർമാർഗത്തിലായി പോകും. ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ. ഇതൊക്കെ ഓതുമ്പോൾ ഈ സംഭവങ്ങൾ നമ്മുടെ കൽബിൽ ഇങ്ങനെ വരണം. ഇങ്ങനെ നിന്ന് പറഞ്ഞു കൊടുക്കാണ്, ഞാൻ ദുർമാർഗത്തിലായി പോകും. ജനങ്ങളുടെ ആരവം, ജനങ്ങളുടെ ശബ്ദമുയർന്നു. ആ സമയത്ത് ഉച്ചസ്ഥരം പ്രഖ്യാപിച്ചു, ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ഓ ജനങ്ങളെ, എന്റെ വാക്ക് കേൾക്കുമോ? ഫസ്മഊൻ. ഇന്നി ആമന്തു ബിറബ്ബിക്കും. തീർച്ചയായും ഞാൻ നിങ്ങളുടെ രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതായത് നമ്മുടെ റബ്ബ് അല്ലാഹു ആണ്. ആ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. കേൾക്ക് ജനങ്ങളെ, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് ഈ പ്രശ്നങ്ങൾ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും, വേദനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നബിമാരെ കയ്യേറ്റം ചെയ്യാൻ വന്നപ്പോൾ ഹബീബുൻ നജ്ജാർ വന്ന് രംഗമേറ്റെടുത്തു. എന്നിട്ട് അവിടെ അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. അവസാനം ഞാൻ ദുർമാർഗത്തിലേക്ക് മടങ്ങില്ല, വഴിപിഴച്ചൊരു മാർഗത്തിലേക്ക് ഞാൻ വരില്ല. ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ഓ
ഒരാൾ ഒരു നാടിനോട് പൊരുതിയ ഒരാൾ, ഒരു ജനതയോട് പൊരുതിയ ഒരാൾ, ജനസമൂഹം മുഴുവനും നോക്കി നിൽക്കെ അവരുടെ മുന്നിൽ ഒറ്റയ്ക്ക് ഏകനായി തൗഹീദ് പറഞ്ഞ ഒരാൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ പറയുന്ന മനോഹരമായ ചരിത്രമാണിത്. അതേ, ഞാൻ വിഡ്ഢിത്തം സ്വീകരിക്കില്ല, ഞാൻ എൻ്റെ റബ്ബിനെ സ്വീകരിക്കുന്നു. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ആ പ്രഖ്യാപനം അങ്ങ് വന്നു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഹബീബുൻ നജ്ജാർ റളിയല്ലാഹു അൻഹുവിനോട് തൊട്ടടുത്ത ആയത്ത് ഖീല ദുഖുലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. അതിന്റെ ഇടയിലെ ഭാഗങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തുകയാണ്. ആ കൊട്ടാരത്തിൽ നിന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന നേരത്ത്, അള്ളാഹുവിൽ വിശ്വസിക്കാൻ പറയുന്ന നേരത്ത്, ഈ മുർസലുകളെ പിൻപറ്റാൻ പറയുന്ന നേരത്ത്, നിങ്ങളുടെ വിശ്വാസം അള്ളാഹുവിലാക്കാൻ അവരോട് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ വന്ന ജനങ്ങളെല്ലാം ഓ ജനങ്ങളെ, എന്നെ കേൾക്കുമോ, എന്നെ കേൾക്കുമോ? ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. എന്നെ ഒന്ന് കേൾക്ക് ജനങ്ങളെ, അള്ളാഹുവിൽ വിശ്വസിക്കൂ എന്നവര് പറഞ്ഞപ്പോ അവിടെ സംഭവിച്ചതെന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നഹും വതഊഹു ബിഅർജുലിഹിം. ആ ജനങ്ങളെല്ലാം ചേർന്ന് ബഹുമാനപ്പെട്ടവരെ മർദ്ദിച്ചു. അവര് താഴെ വീണപ്പോ അവരെല്ലാവരും ചവിട്ടാൻ തുടങ്ങി. ആ ശരീരത്തെ മാറി 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 ചവിട്ടുകയാണ്. ആ ശരീരത്തു നിന്ന് ഏതുവരെ? അവിടുത്തെ കുടൽമാലകൾ പിൻദ്വാരത്തിലൂടെ പുറത്തേക്ക് വരുന്ന തരത്തിൽ താഴെയിട്ട് ചവിട്ടി 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 ആ മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ്. ഹബീബുൻ നജ്ജാർ എന്ന 82 വയസ്സുള്ള മനുഷ്യൻ അള്ളാഹുവിന്റെ ദീന് വിശ്വസിച്ചതിന്റെ പേരില്, അള്ളാഹുവിന്റെ മതം പിൻപറ്റാൻ പറഞ്ഞതിന്റെ പേരില് ആ കൊട്ടാരത്തിൽ ഒന്നിച്ചുകൂടി ആളുകൾ ചേർന്ന് താഴെയിട്ട് ചവിട്ടിയിട്ട് ആ മനുഷ്യന്റെ കുടൽമാലകൾ അദ്ദേഹത്തിന്റെ പിൻദ്വാരത്തിലൂടെ പുറത്തേക്ക് വന്നു. ആ നിലയിൽ അവിടുന്ന് ആക്രമിക്കപ്പെട്ടു. വീണ്ടും പറയപ്പെട്ടു, ആ മനുഷ്യനെ എടുത്തൊരു കിണറ്റിലേക്ക് അവര് വലിച്ചെറിഞ്ഞു. ആ മൃതപ്രായനായ മരിച്ചിട്ടില്ലാത്ത ഹബീബുൻ നജ്ജാറിന് ഒരു കിണറ്റിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. ആ കിണറ്റിലേക്ക് അവർ പാറകൾ വലിച്ചെറിഞ്ഞു. ആ കിണറ്റിലേക്ക് അവർ പാറക്കഷ്ണങ്ങൾ ഇട്ടുകൊടുത്തു. മരിക്കുന്നതിന് മുമ്പ് അവർ മണ്ണ് വെട്ടി മൂടിക്കളഞ്ഞു. അവിടുന്ന് വഫാത്തായി ഹബീബുൻ നജ്ജാർ. ആ നേരത്തും മഹാന്മാർ പറയുകയാണ്, അവിടുത്തെ കുടൽമാല പുറത്തു വന്ന നേരം, ജനങ്ങൾ ചവിട്ടുന്ന നേരം, ജനങ്ങൾ കൊല്ലാൻ കിണറ്റിലേക്ക് വലിച്ചെറിയുന്ന നേരം അവിടുന്ന് പറയുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, അല്ലാഹുമ്മ ഹ്ദി ഖൗമി. എന്റെ ഖൗമിന് നീ സന്മാർഗം നൽകണേ അല്ലാ, എന്റെ ഖൗമിന് സന്മാർഗം നൽകണേ അല്ലാ, എന്റെ ഖൗമിന് സന്മാർഗം നൽകണേ അല്ലാ. കൊട്ടാരത്തിലിട്ട് ചവിട്ടി ചവിട്ടി ഇല്ലാതെയാക്കി അവസാനം ഒരു കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതിന്റെ മേലെ പാറകൾ വലിച്ചെറിഞ്ഞ് ആ കിണർ വെട്ടി മൂടി ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു ഹബീബുൻ നജ്ജാർ. ആ നേരത്ത് ഉടനെ ഖീല ദുഖുലിൽ ജന്ന, മലക്കുകൾ അവരോട് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ. സൂറത്ത് യാസീൻ ഓതുമ്പോൾ ഈ ചരിത്രം നമ്മുടെ കൽബിൽ ഇങ്ങനെ വരണം. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ ഖീല ദുഖുലിൽ ജന്ന. അല്ലാഹുവിന്റെ മാർഗത്തിൽ ദീന് പറഞ്ഞ മനുഷ്യനെ, ഹബീബുൻ നജ്ജാറിനെ, ഇതാണ് യാസീനിലെ ചരിത്രം. ബഹുമാനപ്പെട്ടവരെ അവർ ഇല്ലാതെയാക്കി ക്രൂരമായി കൊന്നുകളഞ്ഞു. മഹാന്മാരായ മുഫസ്സിറുകൾ അത് രേഖപ്പെടുത്തുന്നുണ്ട്. അവസാനവും മരിക്കുന്ന നേരത്തും ഓരോ അടിയും കിട്ടുന്ന നേരത്തും വലിച്ചെറിഞ്ഞ നേരത്തും അവർ ദുആരുന്നത് അല്ലാഹുമ്മ ഹ്ദി ഖൗമി, എൻ്റെ ഖൗമിനെ നീ നേർവഴിയിലാക്കണേ റബ്ബേ എന്നാണ്. അങ്ങനെ മരിക്കുന്ന മരണത്തോടടുത്ത് ആ കിണർ മൂടിയവരെ കൊല്ലാനൊരുങ്ങുന്ന സമയത്ത് മലക്കുകൾ പറഞ്ഞു, ഖീല ദുഖുലിൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ ഹബീബുൻ നജ്ജാർ.
അള്ളാഹുവിൻ്റെ സ്വർഗം നിങ്ങളെ കാത്തിരിക്കുന്നു. ഉടനെ ആ മനുഷ്യൻ വീണ്ടും പറയാണ്, ഖാല യാ ലൈത ഖൗമി യഅലമൂൻ, എനിക്ക് ഈ കിട്ടിയ സ്വർഗം എൻ്റെ ജനങ്ങളൊന്ന് കണ്ടിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് അല്ലാഹു നൽകിയ സ്വർഗം എൻ്റെ ജനത എനിക്ക് കിട്ടിയ അത്ഭുതങ്ങളും ആനന്ദങ്ങളും അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ബിമാ ഗഫറ ലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ, എൻ്റെ രക്ഷിതാവ് എനിക്ക് പുറത്തു തരുകയും ആദരിക്കപ്പെടുന്ന മുക്രിമീങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇതൊക്കെ എൻ്റെ ജനതയൊന്ന് കണ്ടിരുന്നെങ്കിൽ, ഇതൊക്കെ എൻ്റെ ജനതയൊന്ന് കണ്ടിരുന്നെങ്കിൽ, ഇതൊക്കെ എൻ്റെ ആളുകളൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവർ പറഞ്ഞു എന്ന് ഖുർആൻ. ആ 3 ആയത്ത് ഒന്ന് ഓതി നോക്കിയേ. ഇന്നി ഇദല്ല ഫീ ളലാലിൻ മുബീൻ ഇന്നി ആമന്തു ബിറബ്ബികും ഫസ്മഊൻ قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരുകയും മുക്രിമീങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ഉയർത്തുകയും ചെയ്തു. ഇനി നമ്മൾ തിരിച്ചു പോവാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്തുൻ വ അജ്റുൻ കരീം, അല്ലാഹു മഗ്ഫിറത്തും നൽകും, മാന്യമായ പ്രതിഫലവും നൽകും. അങ്ങോട്ടാണ് ഈ ആയത്ത് ബന്ധിക്കുന്നത്. അവിടുന്നാണല്ലോ നമ്മൾ ഉദാഹരണം പറഞ്ഞു വന്നത്. ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ ദിക്റ വ ഖശിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വ അജ്രിൻ കരീം. അതേ വർത്താനാണ് ഇവിടെ പറഞ്ഞത്. റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഓരോ ആയത്തിന്റെ ഉദാഹരണമാണ് ഇതെല്ലാം. അല്ലാഹു നേരത്തെ പറഞ്ഞ മാന്യമായ പ്രതിഫലം. ഹബീബുൻ നജ്ജാർ ലോകത്തുനിന്ന് വിട പറയുന്നത് സ്വർഗം കണ്ടുകൊണ്ടാണ്. സ്വർഗത്തിലേക്ക് കയറിക്കോ എന്ന് പറഞ്ഞിട്ടാണ്. മാന്യമായ പ്രതിഫലം. അന്ന് വരെ ഉണ്ടായിരുന്ന ജീവിതം അല്ലാഹു പുറത്തു കൊടുത്തു. 182 കൊല്ലം ജീവിച്ചത്, ഒരുപാട് കാലവും നബിമാരെ വിശ്വസിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അതിന് മുമ്പുള്ള ജീവിതം മുഴുവൻ ലലാലത്തിലായിരുന്നു. അതൊക്കെ പുറത്തു കൊടുത്തു. ഹിദായത്ത് കൊണ്ട് അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. ഈ ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കൂ നബിയെ എന്ന് പരിശുദ്ധമായ ഖുർആൻ. നമ്മൾ ഇതൊക്കെ ഈ അർത്ഥമൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഇത് ഓതുന്നതെങ്കിൽ എന്ത് വരില്ല? നമുക്ക് ഓതുന്ന സമയത്ത് ഒരു അലസത വരില്ല. ഈ ഒരു മനുഷ്യനെ ഇട്ട് ചവിട്ടിക്കൂട്ടി കൊന്നുകളയുന്ന ഖുർആനിലെ യാസീനിലെ രക്തസാക്ഷിയായ ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രമൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നാൽ വദ്രിബ് ലഹും മസലൻ അസ്ഹാബൽ ഖറിയത്ത്, നമ്മൾ ഈ ഓതുന്ന സമയത്ത് ഇങ്ങനെ മാന്ത ചൊറിയ, അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, അതൊന്നും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും, പഠിച്ചവനെ ഇതാ മനുഷ്യന്റെ ചരിത്രമാണല്ലോ പറയുന്നത്. അതിനിടയിലൂടെ ആ 3 നബിമാരെ അള്ളാഹു രക്ഷപ്പെടുത്തിയെന്നാണ്. ഇത്രയും സംഭവങ്ങളുടെ ഇടയിൽ ആ 3 നബിമാർ രക്ഷപ്പെട്ടു എന്നും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുത്തു എന്നും അല്ല അവരും ഇവരുടെ കൂടെ കൊല്ലപ്പെട്ടു എന്നും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാണാം. ചുരുക്കത്തിൽ മഹാനരായ ഹബീബുൻ നജ്ജാറിന്റെ ചരിത്രത്തെ ഖുർആൻ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്. നബിമാർ പോയി, ഹക്കിനോടൊപ്പം നിന്ന് ആ മനുഷ്യൻ ആരായിരുന്നു? ഒരു നബിയല്ല, ദൂതനല്ല, സത്യം വിശ്വസിക്കുകയും അതിന്റെ കൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. ഖുർആൻ യാസീൻ ഓതുന്ന കാലം അത്രയും ഈ മനുഷ്യന്റെ ചരിത്രം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ വിചാരിക്കും ഖുർആനിൽ പേര് പറയപ്പെട്ടവരുടെ ചരിത്രം മാത്രമേ ഉള്ളൂ. നല്ല ഇങ്ങനെ ഓരോ ആയത്തുകളുടെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന 100 കണക്കിന് സംഭവങ്ങളും ചരിത്രങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരു പ്രയോഗത്തിൽ മാത്രമായിരിക്കും. ഇതിപ്പോ ഈ 2-3 ആയത്തുകളിലാണ് ഒരൊറ്റ ചരിത്രത്തിന്റെ അവസാന ഭാഗം ഖുർആൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ കലാമിനെ കൂടുതൽ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ജനതയ്ക്ക് പിന്നെ എന്ത് സംഭവിച്ചു. ഈ നിലയിൽ അമ്പിയാക്കളെ ഈ നിലയിൽ ദൂതന്മാരെ കൈകാര്യം ചെയ്തവർ, ഈ നിലയിൽ ഹബീബുൻ നജ്ജാറിനെ ചവിട്ടിക്കൊന്ന ആ ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? അടുത്ത ആയത്ത് വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ വമാ കുന്നാ മുൻസിലീൻ. ഹബീബായ നബി തങ്ങളോട് ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ ഹബീബുൻ നജ്ജാറിന് ശേഷം അദ്ദേഹത്തിന്റെ ജനതയ്ക്കു നേരെ ആകാശത്തു നിന്ന് സൈന്യമൊന്നും വന്നിട്ടില്ല. വമാ അൻസൽനാ അലാ ഖൗമിഹി മിൻ ബഅദിഹി മിൻ ജുൻദിൻ മിനസ് സമാ, ആകാശത്തു നിന്നൊരു സൈന്യവും വന്നിട്ടില്ല. വമാ കുന്നാ മുൻസിലീൻ, അങ്ങനെ സൈന്യത്തെ ഇറക്കുന്ന ഒരു ശൈലിയും അള്ളാഹുവിനില്ല. അതായത് വളരെ ലളിതമായി അള്ളാഹു തആല ഒരു ശിക്ഷയുടെ വർത്താനം പറയാണ്.
അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു, അദ്ദേഹത്തിനെ അവർ നശിപ്പിച്ചു, കൊന്നുകളഞ്ഞു. അതിനുശേഷം ആകാശത്തു നിന്നൊരു സൈന്യം ഈ ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു നശിപ്പിക്കാൻ ഒരു സൈന്യത്തെ ഇറക്കുന്ന ശൈലിയും അതൊന്നുമില്ല, അങ്ങനെ ഒരു ശൈലിയില്ല. എന്നിട്ട് എങ്ങനെയാണ് അവരെ നശിപ്പിച്ചു കളഞ്ഞത്? ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. ഒരൊറ്റ ഘോരമായ ശബ്ദം, ഒരൊറ്റ പൊട്ട്, ആ ഒരൊറ്റ ഘോരമായ ശബ്ദത്തില് അവരെല്ലാം കെട്ടടങ്ങിക്കഴിഞ്ഞു. ഇൻകാനത് ഇല്ലാ സ്വൈഹതൻ വാഹിദ. അവിടെ തൗറാത്തിന് ശേഷം അല്ലാഹു തആല അങ്ങനെ ശിക്ഷ, അദാബുകൾ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല എന്നാണ്. തൗറാത്തിന്റെ കാലത്തിന് ശേഷം അങ്ങനെ ഭൂമിയിലേക്ക് അദാബുകൾ വന്നിട്ടില്ല. മാത്രമല്ല അള്ളാഹു ഈ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിനൊരു ജനതയെ നശിപ്പിക്കാൻ ഒരു സൈന്യത്തെ ആകാശത്ത് നിറക്കേണ്ട ആവശ്യം ഒന്നും ഇല്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരൊറ്റ ശബ്ദം കൊണ്ടൊരു ജനത നശിച്ചുപോയി, നശിപ്പിക്കപ്പെട്ടുപോയി, ഇല്ലാതെയാക്കപ്പെട്ടുപോയി. അവര് കെട്ടടങ്ങിപ്പോയി. ഒരൊറ്റ ശബ്ദം, താങ്ങാൻ കഴിയാത്തൊരു ശബ്ദം. അപ്പൊ അതിന് ശേഷം ഉണ്ടായി പ്രളയങ്ങളും ഭൂമി ഉരുക്കങ്ങളും ഒക്കെ, അതൊന്നും ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടില്ല എന്നാ പറഞ്ഞത് മനസ്സിലാവേണ്ടത്. ഈ സുനാമിയും പ്രളയമൊന്നും അദാബിലൊന്നും ഉള്ളതല്ല, അത് വെറുതെയാണ്, ചെറുതാണ്. അദാബ് എന്ന് പറഞ്ഞാൽ അതിനെത്രയോ മടങ്ങ് വലുതാണ്. അള്ളാഹു അദാബുകളെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്ത് മുഹമ്മദിന് കിട്ടിയൊരു വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് പറഞ്ഞില്ലേ, അങ്ങ് അവരിൽ ഉണ്ടായിരിക്കെ അവർ അദാബിലാക്കപ്പെടുകയില്ല. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് അവരിൽ ഉണ്ടായിരിക്കെ അവർ അദാബിലാക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകളും ചിന്തകളും ഒക്കെ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ അല്ലാഹു തആല അദാബ് ചെയ്യുന്നതിൽ നിന്ന് തടയാനുള്ള കാരണങ്ങളിൽ ഒന്നാണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും അങ്ങനെ ഒരു അദാബ്. അപ്പൊ ഈ അദാബ് ഇറങ്ങിയതല്ല, ഇവിടെ പറഞ്ഞത് ഒരൊറ്റ ഘോരമായ ശബ്ദം കൊണ്ടൊരു ജനത നശിപ്പിക്കപ്പെട്ടു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അട്ടഹാസമായിരുന്നു അത്. തീ അണയുന്നത് പോലെയാണ് ആ ജനത കെട്ടുപോയത്. ഇല്ലാ സൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. തീ കെട്ടുപോകുന്നത് പോലെ ഒരൊറ്റക്കടൽ, സർവ്വതും നശിച്ചുപോയി ഒരു ജനത. അപ്പൊ മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ചില ശബ്ദങ്ങളുണ്ട്. മനുഷ്യന് താങ്ങാൻ പറ്റുന്ന ഒരു 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള ശബ്ദം നമ്മുടെ ചെവി താങ്ങും. അതിനപ്പുറത്തേക്ക് പോയാലും താഴത്തേക്ക് പോയാലും പ്രശ്നമാണ്. അതിന് താഴെയുള്ള ശബ്ദം നമുക്ക് കിട്ടില്ല. മറ്റ് ജീവജാലങ്ങൾക്ക് പലതിനും കിട്ടാൻ സാധ്യതയുണ്ട്. അതിന് മേലെയുള്ള ശബ്ദവും നമുക്ക് ഉൾക്കൊള്ളാൻ, കേൾക്കാൻ അത് പ്രയാസകരമായിരിക്കും. ഘോരമായൊരു ശബ്ദം കൊണ്ടെല്ലാം നശിച്ചുപോയി. ശബ്ദങ്ങൾ, ശബ്ദതരംഗങ്ങൾ, ഇതൊക്കെ ആയുധങ്ങളായി ഉപയോഗപ്പെടുത്തുന്ന കാലത്തുകൂടിയാണ് നമ്മളുള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ബോംബും അതൊന്നുമില്ല, വാളുകളാണുള്ളത്. ശബ്ദങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഒരു ജനതയെ നശിപ്പിക്കുക എന്ന് അന്നത്തെ ജനതയ്ക്ക് ഒരു പക്ഷേ എന്ത് ചെയ്യണം, കൂടുതൽ വിശദീകരിച്ചു കൊടുക്കണം. ഇന്നിപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യം ഇല്ല. ഇന്ന് നമ്മൾ ലോകത്ത് വായിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇൻകാനത്ത് ഇല്ലാ സ്വൈഹതൻ വാഹിദ ഫഇദാഹും ഖാമിദൂൻ. അതിൽ നമുക്കൊരു പാഠം കൂടിയുണ്ട്. ഒരൊറ്റ പൊട്ടുമതി സർവ്വതും തീ കെട്ടതുപോലെ കെട്ടുപോകാൻ. സർവ്വ അഹങ്കാരങ്ങളും ധിക്കാരങ്ങളും എല്ലാ മോശത്തരങ്ങളും അണഞ്ഞു പോകാൻ ഒരു ശബ്ദം മതി, ഒരൊറ്റ ശബ്ദം. ആ ഒരൊറ്റ ശബ്ദം, അതിന് അള്ളാഹു വേറെ സൈന്യത്തെ ഇറക്കാനോ അദാബ് ഇറക്കാനോ ഒന്നും നിൽക്കണ്ട. ഒരൊറ്റ ശബ്ദം കൊണ്ട് സകലതും കെട്ടടങ്ങി പോകും. നമുക്കൊക്കെയുള്ള പാഠമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബദറിൽ മലക്കുകൾ അള്ളാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് ബദരീങ്ങൾക്ക് അള്ളാഹു നൽകിയ ബഹുമാനമാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, ബദറിലേക്ക് മലക്കുകൾ ഇറങ്ങിയത്. ബദരീങ്ങളെല്ലാം സഹിച്ച് ത്യാഗം സഹിച്ച് പോരാടാൻ ഇറങ്ങിയപ്പോ മഹാന്മാരായ ബദരീങ്ങളെ കണ്ടിട്ട് മലക്കുകൾക്ക് നോക്കി നിൽക്കാൻ പറ്റിയില്ല. അവരുടെ ഈമാൻ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി അവരെ ബഹുമാനിച്ചുകൊണ്ടാണ്. അവരെപ്പോലെയുള്ള മനുഷ്യർ, അവരെപ്പോലെയുള്ള സമൂഹം ഒരു ജനതയിലും ഉണ്ടായിട്ടില്ല. ബദരീങ്ങളെ മാസം ആണല്ലോ പരിശുദ്ധ റമളാൻ. ബദരീങ്ങളെ പോലൊരു ജനത ലോകത്ത് ഒരു നബിക്കും ഉണ്ടായിട്ടില്ല, ഒരു റസൂലിന്റെയും കൂടെ വന്നിട്ടില്ല. എന്തു വേണം നബിയെ? വജാദൂ ബി അംവാലിൻ വബാഉ നുഫൂസഹും ലിദീനിൽ ഹുദാ. എന്തു വേണമെന്ന് പറഞ്ഞോ? രക്തം വേണോ, ധനം വേണോ, ജീവിതം വേണോ, എന്തു വേണമെങ്കിലും തരാം. നമ്മളൊക്കെ സദക്ക കൊടുക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് സദക്ക ചോദിച്ചാൽ കൊടുക്കും. പിന്നെയും ചോദിച്ചാൽ നേരത്തെ കൊടുത്തതിന്റെ പകുതിയായിരിക്കും ചിലപ്പോൾ കൊടുക്കാം. പിന്നെയും ചോദിച്ചാൽ അതിന്റെയും പകുതിയായി. പിന്നെ നമുക്ക് അതൊരു ഭാരമായി മാറും. സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീനിന് വേണ്ടി കൊടുത്ത സദക്ക എത്രയാണ്? ആലോചിച്ച് നോക്കൂ.
അങ്ങനെ ഒരു സമൂഹം, അവരുടെ മെന്റാലിറ്റി ആലോചിച്ച് നോക്കൂ. നമ്മൾക്ക് നമ്മുടെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ തന്നെ ഇഷ്ടമല്ല. എന്നാൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നാടും വീടും എല്ലാം ഉപേക്ഷിച്ച് ജീവിച്ച ഒരു സമൂഹം, അവരാണ് ബദരീങ്ങൾ. ബദറിലിറങ്ങിയ സ്വഹാബത്തിന്റെ ബഹുമാനം വളരെ വലുതാണ്. അള്ളാഹു അവരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ കൽബിൽ ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അവരെ കണ്ടപ്പോ അള്ളാഹു തആല അങ്ങനെ ഓഫർ കൊടുത്തൊരു സമൂഹമില്ല, നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോ, നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറയപ്പെട്ട ഒരൊറ്റ ജനതയാണ് ബദരീങ്ങൾ. അപ്പൊ അവരുടെ ഈമാനും തഖ്വയും ഒക്കെ കണ്ടപ്പോൾ മലക്കുകൾ പോലും അമ്പരന്നു പോയി. ഇതെന്തൊരു മനുഷ്യരാ, കഴിക്കാൻ ഭക്ഷണമില്ല, പോകാൻ മാന്യമായ വാഹന സൗകര്യങ്ങളില്ല, മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ വരെ യാത്ര ചെയ്യണം, എല്ലാവരും നോമ്പുകാർ, കയ്യിലുള്ളത് അല്പം കാരയ്ക്ക, യാത്ര ചെയ്യണമെങ്കിൽ ഒട്ടകത്തിന്റെ മേലെ ഊഴം മാറി യാത്ര ചെയ്യണം. ഇതൊക്കെയാണ്. കയ്യിൽ വാളില്ല, കുന്തമില്ല, ഒന്നുമില്ല. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് 1000 ശത്രുക്കൾ അപ്പുറത്തുണ്ട്. കുലുങ്ങിയില്ല. ഹുമുൽ ജിബാലു ബലാ ഹുമുർ റിജാലു ബലാ കദ്ദഹരി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബ്റാ മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. 313 ആളുകൾ മല പോലത്തെ ആയിരങ്ങളുടെ മുന്നിൽ അവരെ നിന്നു. ഈ ചരിത്രമൊക്കെ വായിക്കുമ്പോഴാണ് 3 കോടി ജൂതന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്ന നമ്മുടെ ചരിത്രത്തെ നമുക്ക് ചേർത്ത് വെക്കേണ്ടി വരുന്നത്. അവർക്കുള്ള ഒരു സാധനം നമുക്ക് ഇല്ലാതെ പോയി. എന്താണ്? ഈമാനാണത്. അത് ഈമാനാണ്. 3 കോടി കേരളത്തിന്റെ ജനസംഖ്യയുള്ളൂ ജൂതന്മാർ മൊത്തം. എത്ര കോടിയുണ്ട് മുസ്ലിങ്ങൾ? 175 കോടി മുതൽ 200 കോടി വരെ മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. എന്നിട്ട് അവന്റെ മുമ്പിൽ ആയുധങ്ങളും വെച്ച് ഓച്ചാനിച്ച് നിൽക്കേണ്ടി വരുന്നു. അതല്ലേ ഉമവിയ ഖിലാഫത്തിന്റെ കാലത്ത് ഇസ്ലാമിനെതിരെ വലിയ പടയോട്ടം നടന്നപ്പോൾ ഖലീഫ വിളിച്ചു ചോദിച്ചു, നമുക്ക് എന്തിന്റെ കുറവാണുള്ളത് എന്ന് ചോദിച്ചു. എന്തിന്റെ കുറവാണുള്ളത്? നമുക്കെല്ലാം ഇല്ലേ? പട്ടാളമില്ലേ? ആളുകളില്ലേ? ആരവങ്ങളില്ലേ? എല്ലാം ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കൂട്ടത്തിൽ നിന്ന് വലിയൊരു ആലിം എഴുന്നേറ്റിട്ട് പറഞ്ഞു, എല്ലാം ഉണ്ട്, പക്ഷെ ഈമാനില്ല എന്ന് പറഞ്ഞു. എല്ലാം ഉണ്ട്, ഈമാനില്ല എന്ന് പറഞ്ഞു. ഈമാനാണ് നഷ്ടപ്പെട്ടു പോയത്. ആ ബദരീങ്ങളെ പിന്മുറക്കാരാണ് ഇന്ന് ഇതിന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കി നിൽക്കേണ്ടി വരുന്നത്. നമ്മുടെ മുൻഗാമികളായ ബദരീങ്ങളുടെ ഊർജം അള്ളാഹുവരുടെ ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞു തരുന്ന, ഞായറാഴ്ചയാണല്ലോ, ഒരു 2 ആയത്ത് കൂടി ഒരു 10 മിനിറ്റിൽ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആൻ നമുക്ക് അടുത്ത ആയത്ത് അള്ളാഹുവിന്റെ കലാം ഓതി തരികയാണ്. യാ ഹസ്രതൻ അലൽ ഇബാദി മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. അല്ലാഹു തആല പറയുകയാണ്, ഇവരുടെ കാര്യം എത്ര കഷ്ടമാണ്, പരിതാപകരമാണ്. ഏതൊരു ദൂതൻ ഏതൊരു ജനതയിലേക്ക് ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം അവർ പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. അവർ പരിഹസിക്കപ്പെടാത്ത കാലമുണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാണ്, അവിടുന്ന് പരിഹസിക്കപ്പെടാത്ത കാലമുണ്ടായിരുന്നില്ല. ഏതുവരെ? മക്കയിലെ ഖുറൈശികൾ പരിഹസിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കൾ വഫാത്തായ സമയത്ത് മുഹമ്മദ് നബിക്ക് ഇനി പിന്മുറക്കാരുണ്ടാവില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇനി മക്കളും പേരമക്കളും ഒന്നും ഉണ്ടാവില്ല എന്ന് മക്കയിൽ, നമ്മുടെയൊക്കെ നാട്ടിൽ പലരും മരിക്കും. പക്ഷേ ഒരാൾ മരിച്ചാൽ എത്ര രാഷ്ട്രീയ വിരോധമുള്ള ആളാണെങ്കിലും ആ സമയത്ത് എന്ത് ചെയ്യും? നല്ല വാക്ക് പറയും. അത്രയും പ്രതിപക്ഷ മര്യാദ ഇല്ലാത്തവരായിരുന്നു അവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺകുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിലെ മരണപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞു, മുഹമ്മദ് നബി വാലറ്റവനായി ഇനി പരമ്പര ഉണ്ടാവില്ല. അതായത് ഒരു മകന്റെ മരണം പോലും വെച്ച് ജനങ്ങൾ പരിഹസിച്ചു. അള്ളാഹുവിന്റെ റസൂലിനെതിരെ അതൊരു ആയുധമാക്കി മാറ്റി, അത് ഉപയോഗപ്പെടുത്തി. അവിടെയൊക്കെ ഇന്നലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യം പറഞ്ഞല്ലോ. അവസാനത്തെ കുഞ്ഞുമോനും മരണപ്പെട്ട് അടക്കം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുകയായിരുന്നു. അവരുടെ മാറിടത്തിൽ പാല് വന്ന് നിറഞ്ഞിട്ടതിന്റെ വേദന കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഖദീജ ബീവിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ആ മോൻ എനിക്കുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ മാറിടത്തിൽ പാൽ വന്ന് നിറഞ്ഞിരിക്കുന്നു, എൻ്റെ മകനത് കുടിക്കാനുണ്ടായിരുന്നെങ്കിൽ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സങ്കടം സഹിക്കവയ്യാതെ മഹാനായ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇവിടുന്ന് കാണണോ? ഇനി ഒരിക്കൽ കൂടി ഇവിടുന്ന് കാണണോ? അല്ല, സ്വർഗത്തിൽ കണ്ടാൽ മതിയോ? ഭർത്താവിലുള്ള വിശ്വാസം മഹദി അവർകൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതി, എനിക്ക് സ്വർഗത്തിൽ കിട്ടിയാൽ മതി. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കളുടെ മരണം പോലും ആഘോഷിച്ചൊരു ജനതയാണ് അവർ. യാ ഹസ്രത്തൻ അലൽ ഇബാദിമാ, ആ അടിമകളുടെ കാര്യം എത്ര പരിതാപകരമാണ്. മാ യഅതീഹിം മിർ റസൂലിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ. പ്രബോധകരെ അവരിങ്ങനെ പരിഹസിച്ചുകൊണ്ടേയിരിക്കും.
അതെക്കാലത്തും ഉണ്ടാവും. നന്മ പറയുന്ന ആളുകളെ പരിഹസിക്കാൻ എക്കാലത്തും ആളുകളുണ്ടാവും. അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂനി അന്നഹും ഇലൈഹിം ലാ യർജിഊൻ. പരിശുദ്ധ ഖുർആൻ നമ്മുടെ എല്ലാവരുടെയും കാഴ്ചയെ ലോകത്തിന്റെ മുമ്പിലേക്ക് വിളിക്കുകയാണ്. അവർക്ക് മുമ്പ് എത്ര തലമുറകളെ നമ്മൾ നശിപ്പിച്ചു കളഞ്ഞു. അലം യറൗകം അഹ്ലക്നാ ഖബ്ലഹും. എങ്ങോട്ടാണ് ഈ ആയത്ത് വിളിക്കുന്നത്? റബൂൽ ഖാലിയിലേക്ക്, എംറ്റി ക്വാർട്ടറിലേക്ക്, പെട്രയിലേക്ക്, ജോർദാനിലേക്ക്, ലൂത്ത് നബിയുടെ ചാവുകടലിലേക്ക്, ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗത്ത് നശിപ്പിക്കപ്പെട്ട ജനങ്ങളിലേക്ക്, ലോക ചരിത്രത്തിലേക്ക്, ഡിസാസ്റ്ററുകളിലേക്ക് ഒരൊറ്റ ആയത്ത് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവാണ്. എത്ര എത്ര തലമുറകൾ അവർക്ക് മുമ്പേ കഴിഞ്ഞുപോയി. ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയം യാസീനിനെ പഠിക്കുകയും അറിയുകയും ചെയ്യും.